SITയുടെ അന്വേഷണം ഒടുവിൽ തന്ത്രിയിലേക്ക് എത്തി. തന്ത്രി അതായത് കണ്ഠരര് രാജീവരും മോഹനരും മൊഴി കൊടുത്തു എന്നാണ് ഇപ്പോൾ പറയുന്നത്. പക്ഷേ പുറത്തിറങ്ങി വന്ന തന്ത്രിയുടെ ബോഡി ലാംഗ്വേജ് അത്ര സുഖമല്ല. മാധ്യമപ്രവർത്തകർ പല കാര്യങ്ങളും ചോദിച്ചപ്പോൾ ശക്കലം ശോഭിച്ചു. അതെ അതെ. അപ്പോൾ എന്തൊക്കെയോ ഒളിക്കാനും മറയ്ക്കാനും ഒക്കെ ഉണ്ട്. തന്ത്രി പെടുവോ? ഈ പറഞ്ഞത് ശരിയാണ്. കാരണം അദ്ദേഹം പിന്നെ എനിക്കറിഞ്ഞൂടെ എന്നൊക്കെ ചോദിച്ചല്ലോ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ. പിന്നെ ശരിക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റി തന്ത്രിയുടെ ബിനാമിയാണ് എന്നുള്ള മട്ടിലാണ് അന്വേഷണം പോകുന്നത് എന്നാണ് എനിക്കുള്ള വിവരം. കാരണം ഈ കർണാടകയിൽ മറ്റേ അയ്യപ്പ ക്ഷേത്രത്തിൽ ഇങ്ങനെ കൊണ്ടുപോയി സ്ഥാപിച്ചതും കാരണം അതിൻ്റെയൊക്കെ തന്ത്രിയും ഈ താഴമൻ കുടുംബം തന്നെയാണ്. ചെങ്ങന്നൂരിലെ താഴമൻ കുടുംബം ഒരു ഒറിജിനലി ആന്ധ്രയിൽ നിന്ന് വന്നവരാണ് എന്നാണ് കരുതുന്നത്. അതാണ് ഈ രര് എന്നൊക്കെ പറഞ്ഞുള്ളത് അവിടെയാണല്ലോ. റാവുകാരു എന്നൊക്കെ പറയില്ലേ നരസിംഹറാവുവിനൊക്കെ. അപ്പോൾ അതെന്തെങ്കിലും ആകട്ടെ. അപ്പോൾ ഈ ഇവിടെ കൊണ്ടുവന്ന് പിന്നെ കീഴ്ശാന്തിയുടെ സഹായിയായിട്ട് 2014 കാലത്തുമൊക്കെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ സ്ഥാപിക്കുന്നതും ഒക്കെ ഈ തന്ത്രി എന്തുകൊണ്ട് കണ്ഠരരും മോഹനരെയും കൂടി SIT ചോദ്യം ചെയ്തു? ശ്രദ്ധിക്കേണ്ടതല്ലേ? കാരണം കണ്ഠരരും മോഹനര് ഇപ്പോ ശബരിമലയിൽ നിന്ന് മറ്റേ ശോഭ ജോണിന്റെ 10-15 വർഷമായില്ലേ ഇപ്പൊ അങ്ങോട്ട് പോയിട്ട് തന്നെ. പിന്നെ നമ്മുടെ ലക്ഷ്മൺ തിയേറ്ററിന്റെ പണ്ട് ലക്ഷ്മൺ തിയേറ്റർ ഉണ്ടായിരുന്നില്ലേ? ആ ലക്ഷ്മൺ തിയേറ്റർ പൊളിച്ചിട്ട് ലിങ്ക് ലക്ഷ്മൺ എന്നോ മറ്റോ പറഞ്ഞിട്ട് ഫ്ലാറ്റുകൾ വന്നു. അവിടെ ശോഭ ജോൺ താമസിച്ചിരുന്ന എന്നാണ് എൻ്റെ ഓർമ്മ, അന്നത്തെ കേസിന്റെ ഓർമ്മ. അപ്പോൾ ആ കാലത്ത് ഈ മാതൃഭൂമിയിലെ ചാനലിലൊക്കെ എന്നെ ചർച്ചയ്ക്ക് വിളിക്കുമായിരുന്നു. മിക്കവാറും ഈ CPM വിഭാഗീയതയൊക്കെ സംസാരിക്കാനാണ്. ഞാൻ ഇടയ്ക്ക് പ്രൊട്ടസ്റ്റ് ചെയ്തു. വേറെ വല്ല കേസും ഒക്കെ ഉണ്ടെങ്കിൽ അതിനെ എന്നെ വിളിക്കുക എന്ന് പറഞ്ഞിട്ട്. ആ കാലത്തെ പിന്നെ എന്നെ വേണുബാലകൃഷ്ണൻ വിളിച്ചത് ഈ ശോഭാ ജോണിന്റെ വീട്ടിലും കണ്ഠരരും മോഹനര് എന്ന വിഷയം ചർച്ച ചെയ്യാനാണ്. മേലാൽ ഇയാൾ അവിടെ തന്ത്രിയായിരിക്കരുത് അന്ന് പറഞ്ഞാണ്. അന്ന് ഇയാളെ അവിടെ നിന്ന് തന്ത്രിസ്ഥാനത്ത് നിന്നൊക്കെ കളഞ്ഞാണ്. പക്ഷെ അയാളെ SIT ചോദ്യം ചെയ്തെങ്കിൽ അതിന്റെ അർത്ഥം ഞാൻ ഈ പറഞ്ഞില്ലേ 2014 തന്നെ അന്ന് മുതൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് അവിടെ പ്രവേശനം ഉണ്ടല്ലോ. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഞങ്ങൾ വളരെ വലിയൊരു പൈസയൊക്കെ ഉള്ള സ്പോൺസർ ആണെന്ന് കരുതിയിരുന്നു എന്നൊക്കെയാണല്ലോ സഖാവ് വാസു ഒക്കെ പറയുന്നത്. ഇയാൾ വലിയ കാശുകാരനാണ്, വലിയ സ്പോൺസർ ആണെന്നൊക്കെ. അയാളുടെ ബാങ്ക് അക്കൗണ്ടൊക്കെ നോക്കുമ്പോൾ കാശൊന്നും കാണുന്നില്ല പോലീസ് അന്വേഷിച്ചിട്ട്. പക്ഷെ അയാൾ 10 ലക്ഷം 15 ലക്ഷം ഇങ്ങനെയൊക്കെ അവിടെ സംഭാവനയൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സംഭാവന കൊടുക്കുന്നത് തന്നെ ഈ ദൈവത്തെ പോലെ കരുതുന്ന, ഉണ്ണികൃഷ്ണൻ പോറ്റി ദൈവത്തെ പോലെ കരുതുന്ന ഒരാളുണ്ടായിരിക്കുമല്ലോ അല്ലേ? അത് തന്ത്രിയായിരിക്കാനല്ലേ സാധ്യത. അപ്പൊ ആ വഴിക്ക് വരുന്നതായിരിക്കില്ലേ ഈ സംഭാവന ഉണ്ണികൃഷ്ണൻ പോറ്റി കൊടുക്കുന്നതും ഇങ്ങനത്തെ സംഭവം. അപ്പൊ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ എല്ലാ അർത്ഥത്തിലും മറ്റേ തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് 10ാം ക്ലാസ് കഴിഞ്ഞ് ബാംഗ്ലൂർക്ക് സ്ഥലം വിട്ട് കന്നഡ ഭാഷയൊക്കെ പഠിച്ച് രക്ഷപ്പെട്ട ഒരാളാണല്ലോ ഉണ്ണികൃഷ്ണൻ പോറ്റി. അപ്പോൾ പോറ്റിയെ അങ്ങനെ അയ്യപ്പ ക്ഷേത്രത്തിലും ഒക്കെ അവിടെ കർണാടകയിൽ ഒക്കെ സ്ഥാപിച്ച് പിന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് കീഴ്ശാന്തിയുടെ സഹായം ഒക്കെ ആക്കി പിന്നെ അയാളൊരു കച്ചവടക്കാരനൊക്കെ ആക്കി വളർത്തിയതിൽ തന്ത്രിക്ക് എന്ത് പങ്ക്? ഇതല്ലേ ചോദിച്ചിട്ടുണ്ടാവുക എന്ന് പറഞ്ഞാൽ ഇപ്പൊ ചോദ്യം ചെയ്തിട്ട് വിട്ടു. ഇനി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൂടെ ഇരുത്തി ചോദ്യം ചെയ്യുന്ന ഒരു ഘട്ടം വരുമല്ലോ. അത് വരാതിരിക്കാൻ പറ്റില്ല. കാരണം ഇപ്പോൾ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലവിലുള്ള സമയമല്ലേ. ആ സമയത്തല്ലേ മറ്റേ പത്മകുമാറിനെ അറസ്റ്റ് ചെയ്തത്. ഇപ്പൊ അങ്ങനെ കയറി പാർട്ടിക്ക് ഒന്നുകൂടെ വിടാനൊന്നും പറ്റില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ഇനി ഇവരെല്ലാവരും കൂടി ഒന്നിച്ച്, മാത്രമല്ല ഈ രാജീവര് സ്വന്തം കൈപ്പടയിൽ എഴുതിയൊരു കത്തുണ്ടല്ലോ ഈ ചെമ്പുപാളി സംബന്ധിച്ച്. പിന്നെ മറ്റേ മിനിറ്റ്സിൽ തന്ത്രി എന്നുണ്ടല്ലോ അതിൻ്റെ അകത്ത്, മറ്റേ പട്ടികയിൽ. അപ്പൊ പട്ടികയിൽ ഇനി ശങ്കരദാസിനെ വിജയകുമാറിനെ അല്ലേ ചോദ്യം ചെയ്യേണ്ടത്, അറസ്റ്റ് ചെയ്യാനുള്ളത്. ചോദ്യം ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. അല്ല, ചോദ്യം ചെയ്തു അവരെ. അതിലൊരാള് ഒരാളുടെ മകനാണല്ലോ ഹരിശങ്കർ DIG. അപ്പോ ചോദ്യം ചെയ്തു അവരെ. ചോദ്യം ചെയ്തപ്പോ അവര് ഞങ്ങളല്ല തീരുമാനമെടുത്തത്,
ഏകപക്ഷീയമായിട്ട് അവരുടെ മൊഴിയിലാണ് ഈ പത്മകുമാറിന്റെ റോള് ഗംഭീരമായിട്ട് വന്നത്. അവരെ ചോദ്യം ചെയ്തപ്പോൾ അന്ന് പടമൊന്നും എടുത്തില്ല എന്ന് മാത്രമേ ഉള്ളൂ. അവരെ എതിർപ്പ് പ്രകടിപ്പിച്ചിട്ടും ഇയാൾ അത് നടപ്പാക്കിയെന്നായിരുന്നല്ലോ പത്മകുമാറിനെതിരെ. അതെ, അങ്ങനെ നോക്കി വന്നപ്പോഴാണല്ലോ ഈ മിനിറ്റ്സില് പത്മകുമാറിന്റെ പച്ചമഷിയില് സ്വന്തം കൈപ്പടയില് കൂട്ടിച്ചേർക്കുക, യോഗത്തിൽ നടക്കാത്ത കാര്യങ്ങളൊക്കെ കൂട്ടിച്ചേർത്തതായിട്ടുമൊക്കെ കാണുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് കണ്ഠരര് രാജീവർക്ക് റോൾ ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ആ ചോദ്യം ചോദിച്ചപ്പോഴാണ് ഇന്ന് അസ്വസ്ഥനായത്. കാരണം ഇന്ന് മാധ്യമപ്രവർത്തകർ ചോദിച്ചു, പത്മകുമാർ നമ്മൾ ദൈവത്തെ പോലെ കാണുന്ന, അപ്പൊ ദൈവത്തെ പോലെ കാണുന്ന ആൾ ഒരു രാഷ്ട്രീയ നേതാവാകാം, അല്ലെങ്കിൽ തന്ത്രിയാകാം. അതാണ്. അപ്പൊ തന്ത്രിയുടെ ബിനാമിയായിട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി വന്നു എന്നാണോ പത്മകുമാറിന് പറയാനുള്ളത്, പത്മകുമാർ പറഞ്ഞിട്ടുള്ളത്? അതല്ലേ വിഷയം. പിന്നെ പഴയ കൊടിമരം ഉണ്ടല്ലോ, പഴയ കൊടിമരം മാറ്റിയിട്ട് വലിയ പുതിയ സ്വർണ്ണ കൊടിമരം വെച്ചില്ലേ? അപ്പൊ പഴയ കൊടിമരത്തിലെ വാജിവാഹനം, അത് തന്ത്രി രാജീവര്, അത് അയ്യപ്പന്റെ സ്വത്തല്ലേ? അതെ. അതെന്തിനാ അയാള് വീട്ടിൽ കൊണ്ടുപോയേ? ഇത് എന്റെ അവകാശമാണെന്നും പറഞ്ഞല്ലേ അയാള് വീട്ടിൽ കൊണ്ടുപോയത്? അല്ല, ഈ തന്ത്രി തന്നെ ഇന്ന് പറഞ്ഞത് ഈ ദേവസ്വം ബോർഡിലെ സ്ഥാവര ജംഗമ വസ്തുക്കളുടെ എല്ലാം ഉത്തരവാദിത്വം ദേവസ്വം ബോർഡിനാണ്, അത് തന്ത്രിക്കല്ല. അപ്പൊ ഇത് രണ്ടുകൂടെ പൊരുത്തക്കേടില്ലേ? അതേ, മൊത്തത്തിൽ പൊരുത്തക്കേടുണ്ട്. അപ്പോ മാത്രല്ല, ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി തന്നെ വാസുവിന് ഇമെയിൽ അയച്ചതുമൊക്കെ അവിടുത്തെ സ്വർണം മോഷ്ടിച്ചിട്ട് ഉരുക്കി, എന്നിട്ട് കുറച്ച് ബാക്കി വന്നു, ഇതുകൊണ്ട് അനാഥ കുട്ടിയുടെ വിവാഹം നടത്താന്നല്ലേ അയാള് പറഞ്ഞു. അയ്യപ്പന്റെ സ്വത്തല്ലേ? അങ്ങനെയല്ലേ വാസു ചോദിക്കേണ്ടിയിരുന്നെ? സഖാവ് വാസു, ഇത് അയ്യപ്പന്റെ സ്വത്തല്ലേടോ പോറ്റി, താൻ എന്ത് വർത്താനാ പറയുന്നതെന്നല്ലേ ചോദിക്കണ്ടേ? അപ്പൊ ഈ കൊള്ളമുതലിൽ പങ്കുള്ളതുകൊണ്ടാണല്ലോ ആ ചോദ്യം ഇല്ലാതിരുന്നത്. അപ്പൊ വാജിവാഹനം, അയ്യപ്പന്റെ വാഹനം എന്ന് പറയുന്നത് കുതിരയാണ്. പുലി ദുർഗയുടെ വാഹനമാണ്. പുലിപ്പുറത്ത് മറ്റേ സഞ്ചരിച്ചിട്ടുണ്ട് എന്നുള്ളത് അല്ലാതെ അയ്യപ്പന്റെ വാഹനം അല്ല. അയ്യപ്പന്റെ വാഹനം വാജിവാഹനം, കുതിരയാണ്. വാജിവാഹനം, അശ്വാരൂഢൻ എന്നൊക്കെ പറയുന്ന. അപ്പോ കണ്ഠരര് രാജീവര് പെട്ടു എന്ന് വന്നപ്പോ ഈ കേസൊക്കെ ഉണ്ടായിട്ട് 11-ാം തീയതി ദേവസ്വം ബോർഡിന് കത്തെഴുതിയിരുന്നു, ഈ വാജിവാഹനം ഞാൻ തിരിച്ചു തരാൻ തയ്യാറാണെന്ന്. PS പ്രശാന്തുള്ള അത് തിരിച്ചു മേടിച്ച് ദേവസ്വം ബോർഡ് വെച്ചോ എന്ന് നമുക്കറിയില്ല. കാരണം തൊണ്ടി മുതലായ മറ്റേ ദ്വാരപാലക പാളികളൊക്കെ പിന്നീടും ഫിറ്റ് ചെയ്തല്ലോ പ്രശാന്തിന്റെ കാലത്ത്. ചെയ്യാൻ പാടില്ലായിരുന്നു, അത് തൊണ്ടി മുതലല്ലേ. അപ്പോൾ ഇത് ആ സ്വർണ്ണക്കൊടിമരത്തിനെ സംബന്ധിച്ചും അന്വേഷിക്കേണ്ടതുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അത് 8 വർഷം മുമ്പ് ആണ് പഴയ കൊടിമരം മാറ്റുന്നത്. 10 കിലോ സ്വർണം ഉപയോഗിച്ചിട്ടാണ് പുതിയ ഇത്. അപ്പം മുൻപത്തെ കുതിരയല്ല, പുതിയ സ്വർണ്ണ കുതിര അതിൽ വന്നല്ലോ. പഴയ കുതിര കണ്ഠരര് രാജീവര് കൊണ്ടുപോയി. ഹൈദരാബാദിലൊരു കമ്പനിക്കായിരുന്നു സ്പോൺസർഷിപ്പ് എന്നാണ് പറയുന്നത് അതില്. അപ്പൊ അത് ചിരഞ്ജീവി ഇല്ലേ നടൻ, ആ ചിരഞ്ജീവിയുടെ കൂടെ എത്തിയ ഒരു കുടുംബത്തിൽ സ്പോൺസറും ഒക്കെ ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ അങ്ങനെ പുതിയ സ്വർണ്ണ കൊടിമരം വെച്ചിട്ട് 2 മാസത്തിന്റെ ഉള്ളിലാണ് അതിൽ മെർക്കുറി വീണിട്ട് നിറം മാറി എന്ന് പറയുന്നത്. അപ്പോഴും അതിൽ സ്വർണത്തിന് തട്ടിപ്പ് ഉണ്ടായോ എന്നൊക്കെയുള്ള സംശയമൊക്കെ ഉണ്ടായി. നിറം മാറിയല്ലോ, മങ്ങല് വന്നു. അപ്പൊ തന്നെ ഇത് തട്ടിപ്പാണോ എന്നൊരു സംശയം അന്ന് ഉയർന്നിരുന്നു. പഴയത് വെള്ളി ഒക്കെ ആയിരുന്നു. അപ്പൊ 2017 ഏപ്രിലാണ് ഈ പുതിയതിന് ശ്രമമൊക്കെ നടത്തുന്നത്. 3.5 കോടി രൂപ ആണ് അതിന് ചെലവായത്. അപ്പൊ അതിനു മുമ്പ് പഴയ കൊടിമരവും പുതിയ കൊടിമരം സ്ഥാപിക്കുന്നതിന് മുമ്പേ പഴയ കൊടിമരവും അതിൻ്റെ മുകളിലെ കുതിരയും വാജിവാഹനം നീക്കി. അതാണ് രാജീവരുടെ വീട്ടിലേക്ക് പോയത്. അപ്പൊ പുതിയ സ്വർണം പൂശിയ പുതിയ കുതിര അതിൽ വന്നു. ഇനി വാഹനങ്ങൾ, ദൈവങ്ങളുടെ വാഹനം എന്ന് പറയുമല്ലോ, അത് എല്ലാവർക്കും അറിയാം. ഗണപതിയുടേത് എലി, വിഷ്ണുവിൻ്റെത് ഗരുഡൻ, അതും അറിയാമല്ലോ. ശിവൻ്റെത് ഋഷഭം, കാള അറിയാം. ദുർഗയുടേത് പുലി, സരസ്വതിയുടേത് ഹംസം, മുരുകൻ്റേത് മയില്, അതും അറിയാം മുരുകൻ്റേത്. അപ്പോൾ ഇങ്ങനെയാണ്. അപ്പോൾ
തന്ത്രത്തില് ശാസ്താവിൻ്റെ വാഹനം കുതിരയാണ്. തന്ത്രത്തിൽ ശാസ്താവിൻ്റെ പുലിവാഹനനെ അയ്യപ്പാന്ന് പാട്ടുണ്ടെന്ന് തോന്നുന്നു. ശാസ്താവിൻ്റെ കൊടിയടയാളം കുതിര ആണ്. വാജിവാഹനൻ, തുരകവാഹനൻ, ഹയാരൂഢൻ, അശ്വാരൂഢൻ, ഇതൊക്കെ കുതിരയുടെ പര്യായങ്ങളായിട്ടാണ് അയ്യപ്പൻ്റെ പേരിൽ വരുന്നത്. അപ്പോൾ എക്സിക്യൂട്ടീവ് ഓഫീസർക്കാണ് കത്ത് കൊടുത്തത്, എൻ്റെ കയ്യിൽ വാജിവാഹനം ഉണ്ട്, അത് തിരിച്ചു തരാം. തന്ത്രിയുടെ വീട്ടിലേക്ക് ഒരു രാഷ്ട്രീയ പാർട്ടി അന്ന് മാർച്ച് പ്രഖ്യാപിക്കുകയൊക്കെ ചെയ്തിരുന്നു. അത് നടത്തിയില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രധാനപ്പെട്ട ഒരു നേതാവിൻ്റെ അളിയനാണ് കണ്ഠരര് രാജീവര്. അതുകൊണ്ടായിരുന്നല്ലേ? ആരുടേതാണെന്ന് അറിയാമോ? അറിയാം. അതാണ്. അപ്പൊ പിന്നെ മാർച്ച് പിൻവലിക്കുന്നതല്ലേ ബുദ്ധി. അപ്പൊ അങ്ങനെ സംഭവിച്ചു. അപ്പോ അതുകൊണ്ട് 2019 ജൂലൈയിലെ മഹസറില് ഈ പോറ്റിയുടെ അടുത്ത് കൊടുത്തുവിടാനും ഒക്കെ കണ്ഠരര് രാജീവര് ശുപാർശയും ചെയ്തിട്ടുണ്ട്. ഒപ്പിട്ടത് അനന്ത സുബ്രഹ്മണ്യമാണെന്നാണ് പറയുന്നത്. തന്ത്രിയുടെ സ്ഥാനത്തെ മഹസറിലെ ഒപ്പ് അനന്ത സുബ്രഹ്മണ്യം എന്ന് പറഞ്ഞ ആളായിട്ട് അനന്ത സുബ്രഹ്മണ്യത്തിന് ചോദ്യം ചെയ്തിരുന്നു, SIT ചോദ്യം ചെയ്തിരുന്നു. അപ്പോൾ ജൂലൈ 20 ഇത് ഏറ്റുവാങ്ങിയത് പാളി R രമേശ് എന്ന് പറഞ്ഞ ആൾ ആണെന്നാണ് അന്വേഷണത്തിൽ കിട്ടിയിരിക്കുന്നത്. രമേശ് റാവു, R രമേശ് റാവു, നാഗേഷ് എന്നൊക്കെ ആദ്യം പറഞ്ഞിരുന്നില്ലേ. അപ്പോൾ അതും ആന്ധ്രയാണല്ലോ, ആന്ധ്ര ബന്ധം. അപ്പോൾ ആ ദിവസങ്ങളിലൊക്കെ ശബരിമലയിൽ പോറ്റി ഉണ്ടായിരുന്നില്ല. ഈ രമേശ് റാവുവും അനന്ത നാരായണനും ഒക്കെ ചെല്ലുന്ന സമയത്ത്. അപ്പോൾ പോറ്റി അവിടെ ചെല്ലാതിരുന്നത് തന്നെ ഗൂഢാലോചനയുടെ ഭാഗമാണ് എന്നാണ് സംശയം. അയാള് ഈ ഒപ്പിടുന്ന സമയത്ത് അവിടെ ഇല്ല, ഏറ്റുവാങ്ങി കൊണ്ടുപോകുമ്പോഴാണല്ലോ. കുറേ സംശയങ്ങളുണ്ട്, ഒരുപാട് സംശയങ്ങൾ അതിൻ്റെ അകത്തുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്ത്രിയുടെ ഇൻവോൾവ്മെൻറ്റ് ഗൂഢാലോചനയിലും പിന്നെ ബെനാമി ആണോ തുടങ്ങിയ കാര്യങ്ങളിലുമൊക്കെ വ്യക്തത വരുത്തുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള ആദ്യ ചോദ്യം ചെയ്യലാണ് ഇപ്പം നടന്നത്. അതിൻ്റെ കൂടെ കണ്ഠരര് മോഹനര് ഉണ്ടായിരുന്നു എന്നുള്ളത് വളരെ ഗൗരവമുള്ള. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.